2 വർഷമായിട്ട് അമ്മ കൂനിയാണ്. ഇപ്പം നിവർന്നെന്ന് ഇവിടെ നിൽക്കുമ്പം ചുറ്റും കൂടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നട്ടെല്ലാം നിവർന്നു. വലയത്തിൽ നിന്ന് എല്ലാവരും സൗഖ്യമായി. വലയത്തിൽ നിന്ന് എല്ലാവരും സൗഖ്യമായിരുന്നു. പുതിയൊരു ശുശ്രൂഷ, വലയത്തിൽ പ്രവേശിക്കുക, സൗഖ്യമാവുക. പുതിയ ശുശ്രൂഷ എന്ന് പറയാമോ? വലയത്തിൽ പ്രവേശിക്കുക, സൗഖ്യമാകുക. കർത്താവേ, ഈ സൗഖ്യ വളയത്തിനകത്ത് നിൽക്കുന്ന ഇത്രയും പേർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പരിപൂർണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ കർത്താവിന്റെ ശിഷ്യന്മാർ മരിച്ചു കിടന്ന പൗലോസിന്റെ ചുറ്റും വന്ന് നിന്നപ്പോൾ ജീവൻ തിരിച്ചു വരാമെങ്കിൽ ഇവിടെ പരിപൂർണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. ഓക്കെ, ഈ സൗഖ്യ വളയത്തിനകത്ത് നിന്നവർ എന്താണോ ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്തു നോക്കിക്കേ. 2 വർഷമായിട്ട് ഈ അപ്പച്ചന് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആയിരുന്നു. വന്നപ്പോഴും തല കറങ്ങിയാ വന്നത്. ഇവിടെ ഒന്ന് നിൽക്കുമ്പോഴും തല കറങ്ങുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ തലയിൽ നിന്ന് എന്തോ ഊരി ഇറങ്ങി പോകുന്നത് പോലെ തോന്നി. ഇപ്പോൾ അപ്പച്ചൻ പറയുന്ന പൂർണ്ണ സൗഖ്യം, എനിക്ക് സൗഖ്യം ലഭിച്ചെന്ന് ധൈര്യത്തോടെ പറയുക. കരങ്ങളൊക്കെ ഒന്ന് അടിച്ച്, ഇവിടെ ഞാനല്ല പ്രാർത്ഥിച്ചത്, ഇവിടെ സഹോദരന്മാർ കൈകോർത്ത് ചുറ്റും നിന്ന് ഊറമന ശന്തേ പറഞ്ഞപ്പോൾ ചാടി സൗഖ്യമായതാണ്. കൊളസ്ട്രോൾ കൂടി ഇവിടെ കൈക്ക് വേദനയായിരുന്നു, കൈ ഉയർത്താൻ പറ്റത്തില്ല. ഇവിടെ പ്രാർത്ഥിച്ചു, കർത്താവ് ആ ബന്ധനം അഴിച്ചു. കൈയൊന്ന് ഉയർത്തി നോക്കിയ ഞങ്ങളെ, ഇപ്പൊ വേദനയുണ്ടോ? ശരീരം മുഴുവൻ വേദനയായിരുന്നു. അമ്മ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ആ മരപ്പ് മുഴുവനും മാറി, വേദന മാറി, യേശു സൗഖ്യമാക്കി. അമ്മച്ചയ്ക്ക് ഒരു സാക്ഷിയോടെ ഉണ്ട്. അമ്മ വിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിവിടെ വന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരികയാണ്. തൻ്റെ മോളുടെ ശരീരത്ത് നെഞ്ചു ഭാഗത്ത് 4 മുഴകളുണ്ടായിരുന്നു. വളരെ സീരിയസ് ആയി സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 4 മുഴയും ചൊങ്ങി അപ്രത്യക്ഷമായി. മുഴ കാണാനില്ല. കഴിഞ്ഞ ദിവസം അയർക്കുന്നത്ത് വെച്ച് റോണക് ബ്രദർ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. 40 വർഷമായിട്ടുള്ള ശ്വാസമുട്ട് പരിപൂർണമായിട്ടും കർത്താവ് മാറ്റി. ഇന്നിവിടെ വന്നത് ചുണ്ടിനൊക്കെ മരപ്പായിരുന്നു. അതിനകത്തും കർത്താവ് അത്ഭുതം ചെയ്തു. ഇപ്പോൾ മരപ്പിന് മാറ്റമുണ്ട്. വെരി ഗുഡ്. അതുപോലെ തന്നെ കാലിന് വേദനയായിരുന്നു. എനിക്ക് കാലിന്റെ കൈക്ക് കാലിന്റെ വെള്ളയ്ക്കും എല്ലാം വേദനയായിരുന്നു. ഇപ്പൊ അതെല്ലാം സൗഖ്യമായി. ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്തെങ്കിലും തോന്നിയോ? സഹോദരന്മാർ ഇവിടെ ചുറ്റും കൈ പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോ എന്തെങ്കിലും തോന്നിയോ? സഹോദരന്മാർ കൈ പിടിച്ച് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരീരത്തിൽ നിന്ന് എന്താണ്ട് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. അമ്മച്ചിയുടെ ചെവിക്കകത്ത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കടിക്കുക. അമ്മച്ചി ഇങ്ങനെ നാളുകളായിട്ട് കടിക്കുക. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ഒരു ശക്തി ഇറങ്ങി, ആ ചെവിയുടെ പ്രയാസം മാറി, പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു. ഇവിടെ ഒരു അമ്മ ന്യൂമോണിയ വന്നിട്ട് നെഞ്ചുവേദനയായിട്ട് ഇവിടെ വന്നത്. ഇവിടെ ഒന്ന് നിൽക്കുമ്പോഴും നെഞ്ചുവേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ നെഞ്ചുവേദന മാറി, പൂർണ്ണ സൗഖ്യമായി. 5 മാസമായിട്ട് അമ്മയ്ക്ക് തലവേദനയായിരുന്നു. 5 മാസമായിട്ട് തലവേദന വേദനിച്ച് അവിടെ നിന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും വേദന മാറി, യേശു സൗഖ്യമാക്കി. ഈ അമ്മച്ചിക്ക് നട്ടെല്ല് തകർന്ന് അതിവേദനയായിരുന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഇപ്പോഴും വേദനിച്ചാ വന്നത്. വലയത്തിനകത്ത് കയറി യേശു സൗഖ്യമാക്കി. ഇപ്പോൾ ഇരുന്ന് നോക്കി, കുനിഞ്ഞു നോക്കി, നട്ടലിന്റെ വേദന പൂർണ്ണ സൗഖ്യം. വലയത്തിൽ കയറുക, സൗഖ്യമാകുക.